ദൈവത്തിന് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ അവിടെ കൊണ്ട് കൊടുത്ത് അല്ലെങ്കിൽ ഹോമമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് അങ്ങോട്ട് നമ്മളോട് ഭയങ്കര ഐ ലവ് യു തോന്നിയെന്ന് കൂട്ടിക്കോ. അതെങ്ങനെ തോന്നും? ഇപ്പം നമ്മളിപ്പോൾ ഒരു സാധനങ്ങൾ കൊടുക്കുവാണെന്ന് വെച്ചു, അതിനകത്ത് വേറൊരു കുഴപ്പം കൂടി നമ്മൾ കൊടുക്കുന്ന ചക്ക, മാങ്ങ, അല്ലെങ്കിൽ ഉണക്കമീനോ അല്ലെങ്കിൽ മുന്തിരിപ്പരിപ്പോ നാരങ്ങയോ ഇതൊക്കെയാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നതെന്ന് വെച്ചു. അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ സർവ്വചരാചരങ്ങളെയും ഈ കണ്ട ഭൂമിയിൽ കണ്ട എല്ലാ സാധനങ്ങളും സൃഷ്ടിച്ച ദൈവമാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ദൈവം സൃഷ്ടിച്ചതാണല്ലോ ഈ നാരങ്ങായും മാങ്ങായും ഒക്കെ. അപ്പോൾ ദൈവത്തിന് തന്നെ സാധനം എടുത്തിട്ട് ദൈവത്തിന് തന്നെ തിരിച്ചു കൊടുത്തിട്ട് എൻ്റെ കാര്യത്തിനൊക്കെ ഒന്ന് തീരുമാനമാക്കി തരുമോ എന്ന് ചോദിച്ചു. ഇതിന് പുള്ളിക്കില്ലാത്ത സാധനം വല്ലതാണോ ഇത്? പുള്ളിയുടെ സാധനം തന്നെയല്ലേ ഇത്. എൻ്റെ ഇരിക്കുന്ന ഒരു സാധനം തന്നെ ഒരുത്തിന് അടിച്ചു മാറ്റിയിട്ട് അത് തന്നെ എനിക്ക് തിരിച്ചു തന്നിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തി തരണേ എന്ന് പറഞ്ഞ് ഒന്ന് വിട്ടു പോടേ എന്ന് പറയുകയല്ലേ. എന്തുകൊണ്ടാണ് ഈ വിശ്വാസികളൊക്കെ ഇങ്ങനെ ചിന്തിക്കാത്തതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലായത്, അതായത് വിശ്വാസിയായിട്ടിരിക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം. യുക്തിവാദിയായിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി വന്ന് എൻ്റെ അമ്മയോട് വന്ന് ചോദിക്കുക, അമ്മ എങ്ങനെയാണ് ഈ ഭൂമി ഉണ്ടായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യന്മാരുണ്ടായത്, എങ്ങനെയാണ് ഈ മൃഗങ്ങളുണ്ടായതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അമ്മ സിമ്പിളായിട്ട് പറയും, ഈശ്വരവിശ്വാസിയായിട്ടുള്ള അമ്മ പറയും, ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചാണ് മക്കളെ എന്ന് പറയും. അതോടെ പ്രശ്നം തീർന്നേ. അല്ലാതെ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഈ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ ആലോചിക്കുക, എന്നാലും അതെങ്ങനെയാണ് അതിൻ്റെ അപ്പുറത്തോട്ട് ചിന്തിച്ച് ഇപ്പുറത്തോട്ട് ചിന്തിച്ച് ഇങ്ങനെ കാട് കയറി പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈശ്വരവിശ്വാസിയായിട്ടിരിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. എല്ലാത്തിനും ഒരു ആൻസറുണ്ട്. അറിയാൻ മേലാത്ത ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നേരെ എടുത്ത് ദൈവത്തെ തലയിട്ടിടുക, ഡിം. ഇതെല്ലാം ദൈവം ഉണ്ടാക്കിയതാണ്. പ്രശ്നം തീർന്നില്ലേ? ശുഭം.